തരൂരിനെ തളയ്ക്കുമോ? കുറച്ച് നാളായി കേരളത്തിൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഈ പൂച്ചയ്ക്കാര് മണി കെട്ടും എന്ന് നമ്മൾ പറയാറില്ലേ, എന്ന് പറഞ്ഞതുപോലെയാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങി തരൂരിനെ ഇങ്ങനെ തളയ്ക്കാൻ ശ്രമിക്കുകയാണ്. നിലമ്പൂരിൽ നിന്ന് ഒരു മിസ്ഡ് കോൾ പോലും തനിക്ക് ലഭിച്ചില്ല എന്ന് തരൂർ പറഞ്ഞപ്പോൾ അത് അവിടെ സംബന്ധ വീടൊന്നുമല്ല, ആർക്ക് വരാം, അതിന് പ്രത്യേക ക്ഷണിക്കൊന്നും വേണ്ട എന്നാണ് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന മഹാനായ MP പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരും അവരവരെ കഴിയുന്ന രീതിയിൽ ഈ പറഞ്ഞുകൊണ്ട് തരൂരിനെ തളയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് ഇതാ ഇപ്പോൾ വീണ്ടും നമ്മുടെ KC വേണുഗോപാൽ ഇറങ്ങിയിട്ടുണ്ട്. KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിലെ എല്ലാ തരത്തിലുള്ള അധികാരവുമുള്ള ആള്, രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചിരിക്കുന്ന ആള് എന്ന് വേണേൽ പറയാം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഇപ്പോൾ വേണുഗോപാൽ തരൂരിനെ തളയ്ക്കാനായിട്ടൊന്ന് പറഞ്ഞിരിക്കുകയാണ്, ലക്ഷ്മണനെ രേഖ ലംഘിച്ചു കഴിഞ്ഞാൽ ഇനി കർശനമായ നടപടി ഉണ്ടാകും. ഇത് കേട്ടിട്ട് തരൂര് ഒരുപക്ഷെ ചിരിക്കുന്നുണ്ടാകും. ഈ തരൂരിനെ അനുസരിച്ച് തരൂർ എങ്ങോട്ട് നീങ്ങുന്നോ അതിനനുസരിച്ച് ഇപ്പോൾ ലക്ഷ്മണരേഖ വരച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് തരൂർ എന്തെങ്കിലും പറയും, ഉടനെ ലക്ഷ്മണരേഖയുടെ ലെങ്ത് അല്പം കൂടെ കൂട്ടുകയും ചെയ്യും. അങ്ങനെ കോൺഗ്രസിനകത്തുനിന്ന് പുറത്താക്കുന്നുമില്ല, ലക്ഷ്മണരേഖ വരച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ഒന്നാമത് ഈ രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും ചരിത്രവും ഒന്നും അറിയത്തില്ലെന്നൊക്കെയാണ് ശശി തരൂർ വിളിച്ചു പറഞ്ഞത്. അത് കോൺഗ്രസ്സിലെ ആരും എത്ര പ്രഗത്ഭം പോലും ഇന്നേ വരെ വിളിച്ചു പറയാൻ തയ്യാറായിട്ടില്ലെന്നുള്ളതാണ്. അത് വിളിച്ചു പറഞ്ഞിട്ട് പോലും ഈ തരൂരിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ തലോടി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴും നിലമ്പൂരിലേക്ക് കൊണ്ടുപോയില്ല. നിലമ്പൂരിലേക്കെന്ന് മാത്രമല്ല, ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ പോലും തരൂരിനെ അടുപ്പിക്കുമെന്ന് തോന്നുന്നില്ല. തരൂര് അങ്ങനെ അടുത്ത് കിട്ടുകയുമില്ലെന്നുള്ളതാണ്. കാരണം തരൂര് വേറെ ലെവലിലേക്ക് പോയിരിക്കുകയാണ്. തരൂരിനെ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആകാശത്ത് വളരെ ഉയരത്തിലൂടെ വിമാനം പോകുമ്പോൾ തല ഉയർത്തി കൈ ഈ കണ്ണിന് മുകളിൽ വെച്ച് ഇങ്ങനെ നോക്കാറില്ലേ, വിമാനത്തിൻ്റെ ആ ശബ്ദം കേട്ട് നോക്കുന്നത് പോലെ തരൂരിനെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും. തരൂർ അത്രത്തോളം ഉയരങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസ്സുകാർ പിന്നെ പാതാളത്തിലേക്കും പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ അന്തരമുണ്ടായിരിക്കുകയാണ് തരൂരിലും കോൺഗ്രസ്സിലും. എന്നാൽ ഈ വളരെ ധൈര്യത്തോടുകൂടി തരൂരിനെ അങ്ങ് പുറത്താക്കുക, അതും ചെയ്യുന്നില്ല. തരൂരിനെ ചുറ്റിപ്പിടഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ എന്തെങ്കിലുമൊക്കെ പറയുകയാണ്. ഈ ഇന്നത്തെ മാതൃഭൂമിയിലെ നമ്മുടെ കാർട്ടൂൺ കോളം ഉണ്ടല്ലോ, കാകദൃഷ്ടി, അതിനകത്ത് ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതാണ് കൊടുത്തിരിക്കുന്ന KC വേണുഗോപാലിന്റെ പ്രസ്താവന, ലക്ഷ്മണരേഖ ലംഘിച്ചാൽ തരൂരിനെതിരെ നടപടി, KC വേണുഗോപാൽ. അതിന് താഴെയുള്ള കമന്റ്, ലണ്ടനിലെ ഗ്രീനിച്ച് രേഖ കടക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് തരൂർ ഏത് വഴിക്കൊക്കെ പോയി എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. തരൂരിനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ തളച്ചു കിടക്കുകയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ തിരുവനന്തപുരത്തെ വോട്ടർമാരൊന്നും തരൂരിനെ കാണുന്നുമില്ല. അത് വേറെ കാര്യം. തരൂര് ഇവിടുന്ന് ജയിച്ചു പോയപ്പോൾ ആ വർഷം 2009 ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹം പറയുകയുണ്ടായി തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കുമെന്ന്. തിരുവനന്തപുരത്തുകാരാകെ കൂടെ നടുങ്ങി. വല്ലാത്ത പ്രശ്നമായിരിക്കുമല്ലോ, ഇനിയിപ്പോൾ ജീവിത നിലവാരമൊക്കെ അങ്ങ് ഉയരും, ഇവിടെ ജീവിക്കാനും പറ്റാതാകും, വല്ല തട്ടുദോശയെങ്കിലും കഴിച്ച് കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നൊക്കെ കരുതിയതാണ്. ഇത് CPM-കാരും ഒക്കെ അന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM ആണ്, അന്നും ഇപ്പോഴും. അന്ന് ഇത്തിരൂടെ ഒരു പക്വതയുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ഇപ്പം പക്വതയില്ലാത്ത ഒരു ഓൾ സയൻസ് കോളേജിൽ ഈ ക്ലാസ്സിൽ പുറകിലത്തെ ബെഞ്ചിലിരുന്ന ഒരു പെൺകുട്ടിയാണല്ലോ വിളിച്ചുകൊണ്ട് വന്ന് മോളെ തിരുവനന്തപുരത്തിൻ്റെ മേയർ ആകാമോ, ആകാം എന്ന് പറഞ്ഞിരുത്തിയത്. അന്നത്തെ മേയർ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് K. ചന്ദ്രികയാണ്. അപ്പോൾ ചന്ദ്രികയും ശശി തരൂരും തമ്മിൽ ഇതിൻ്റെ പേരിൽ കൊമ്പ് കോർക്കുകയുണ്ടായി. ഈ തിരുവനന്തപുരത്തിന് പിന്നെ
തിരുവനന്തപുരത്തെ ആർക്കും നന്നാക്കാനും കഴിയത്തില്ല. തിരുവനന്തപുരം ഒട്ട് നന്നാകണമെന്ന് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്കും വലിയ താല്പര്യമില്ല. ഇങ്ങനെ ഈ മാനത്ത് മഴക്കോള് കാണുമ്പം മറ്റേ തമ്പാനൂരിലും കിഴക്കേക്കോട്ടയിലൂടെയും കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ വസ്ത്രങ്ങളെല്ലാം ചെരച്ച് കയറ്റി പോണം, അല്ലാതെ അതുവഴി നടക്കാൻ പറ്റത്തില്ല. മുട്ടറ്റം വെള്ളമാണ്, മുട്ടറ്റമല്ല പിന്നെ ഏതാണ്ട് തോളറ്റം വരെയും വെള്ളം എത്തുന്ന ഭാഗങ്ങളുണ്ട്. അങ്ങനെയൊക്കെ കിടന്നാൽ മതി. ഇവിടുത്തെ ആമയിഴഞ്ചാൻ തോട് തന്നെയായിട്ട് കിടക്കണം. ഇനി അവിടെയും പലരും ഇതുപോലെ ജോയിയെ പോലുള്ളവരൊക്കെ അവിടെ പിന്നെ ഈ ദുർഗന്ധം ശ്വസിച്ച് മരിക്കണം എന്നൊക്കെയാണ് തിരുവനന്തപുരത്തെ ഈ എം പിമാരെന്നൊക്കെ പറയുന്നത് എല്ലാവരും വരുത്തന്മാരാണ്. ഇപ്പം എം ഗോവിന്ദൻ നായർ നിന്ന് ജയിച്ചിട്ടുണ്ട്, PK വാസുദേവൻ നായർ, കരുണാകരന്, അങ്ങനെ നിരവധി പേര്. തിരുവനന്തപുരത്തുകാരെന്ന് പറയാൻ ചാൾസും VS ശിവകുമാറും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവരൊന്നും പാർലമെൻറ്റിൽ പോയി ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല. അതാണ് തിരുവനന്തപുരത്തിനെ ഒരിക്കലും നന്നാക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല. എന്ന് പറഞ്ഞതുപോലെ 2009 തരൂർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആകെ നടുങ്ങിപ്പോയി. അപ്പോൾ മേയർ ചന്ദ്രികയുമായിട്ടുള്ള യുദ്ധമെല്ലാം കഴിഞ്ഞു. ബാഴ്സലോണ ആ വഴിക്ക് പോവുകയും ചെയ്തു. തിരുവനന്തപുരത്തിൻ്റെ പാട്ടിനും പോയി. ഒടുവിൽ ഇപ്പോൾ എന്താണ്? ബാഴ്സലോണ ഇപ്പോൾ തിരുവനന്തപുരത്തെ കണ്ടുപിടിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ അതങ്ങ് തീർന്നു. പിന്നെ അങ്ങനെ തരൂര് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ തിരുവനന്തപുരം എയർപോർട്ട് നല്ല രീതിയിലായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം വന്നതിന് ശേഷമാണ്. അല്ലെങ്കിൽ അത് വെറും തൊഴുത്ത് പോലെ കിടക്കുകയായിരുന്നു. പിന്നീട് പലതരത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ BJP കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഫലമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ MP എന്നുള്ള രീതിയിലൊന്നും തരൂരിനെ നമുക്കങ്ങനെ മികച്ച നിലയിൽ കൊണ്ടുവരാൻ കഴിയത്തില്ല. പക്ഷെ തരൂർ അതിനപ്പുറത്തേക്കുള്ള രീതിയിലാണ് മാറിയിരിക്കുന്നത്. നയതന്ത്ര ബന്ധത്തിലാണ് തരൂര് പോയിരിക്കുന്നത്. അതിലൂടെ തരൂർ ഒരു വലിയ സ്ഥാനം നേടിയിരിക്കുമ്പോൾ തരൂരിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ മികച്ചതാക്കണമെന്ന് കോൺഗ്രസിലുള്ളവർക്കോ കോൺഗ്രസ് നേതൃത്വത്തിനോ ഹൈക്കമാൻഡിനോ താല്പര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് തലകീഴായി പോകുന്നതും. ഈ രാജ്യത്ത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ BJPയുടെ പ്രധാന പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. അത് സഫലമായിക്കൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും പോയി. ഇനി കേരള സംസ്ഥാനത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. പിടിച്ചെടുത്താൽ തന്നെ ഏറിയാൽ ഒരു തവണ, അതിനപ്പുറം പോകത്തില്ല. ഇത്തവണ പിടിച്ചെടുത്തില്ലെങ്കിലും സ്വയം പിരിഞ്ഞു പൊക്കോളും. ആ ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പം തരൂരിന് പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും തരൂര് വേറെ വഴിക്കൂടെ പോകും. തരൂരിൻ്റെ ബയോഡേറ്റയിലെ ഏറ്റവും അവസാനത്തെ കാര്യമാണല്ലോ തിരുവനന്തപുരത്തെ MP എന്നുള്ളത്. അദ്ദേഹം അതൊന്നും ഒരു കൊട്ടിഘോഷിച്ച് അദ്ദേഹം വിദേശത്ത് ചെന്നപ്പോൾ ഒന്നും പറയുന്നത് ഞാൻ തിരുവനന്തപുരത്തെ MP എന്നൊന്നുമല്ല. അദ്ദേഹത്തിന് വിദേശങ്ങളിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യവുമില്ല. ശശി തരൂർ ആരാണെന്ന് ലോകത്തുള്ള പലർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഒരുപക്ഷെ വേണുഗോപാല് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തരൂർ എവിടെ നിൽക്കുന്നു? തരൂർ ഒരു എഴുത്തുകാരൻ, പ്രഭാഷകൻ, നയതന്ത്ര വിദഗ്ധൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ റോയൽറ്റി തന്നെ മതിയല്ലോ, നല്ലൊരു എമൗണ്ടാണല്ലോ. ഇത് പിന്നെ വേറെ വല്ല പാർട്ടിയിലാണെങ്കിൽ CPM-ലാണെങ്കിൽ എഴുത്തുകാരനാണെങ്കിൽ പറയും റോയൽറ്റിയിൽ ഒരു വിഹിതം ഇവിടെ ലവി തരാൻ പറയും. കോൺഗ്രസ് പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇദ്ദേഹം ഇതിൻ്റെ റോയൽറ്റി വാങ്ങിച്ചുമല്ല ഉണ്ണുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും തരൂരിനെ തളയ്ക്കാനായിട്ട് കോൺഗ്രസ്സുകാരിങ്ങനെ പല വഴികളിലൂടെയും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ പൂച്ചയ്ക്ക് മണി കെട്ടണമെങ്കിൽ ഇത്തിരി പ്രയാസമായിരിക്കും. കോൺഗ്രസ്സുകാർ അല്പം ഓടേണ്ടി വരികയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.